എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിതങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. നോക്കൂ, ഇതിനപ്പുറം അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, എന്നാൽ അത് നല്ലതാണ്, നല്ല വിധത്താണ്, നമുക്കത് ചെയ്യാമെന്നുള്ളത്. എന്നാൽ തുടക്കത്തിൽ ഈ പറഞ്ഞ ഒരു പോയിന്റാണ് വിശ്വാസികൾക്ക് ആവശ്യം. അള്ളാന്റെ റസൂലോ സ്വഹാബത്തോ താബിഈങ്ങളോ ഉത്തമ നൂറ്റാണ്ടായി, 300 വർഷമായി. ഈ ഉത്തമ നൂറ്റാണ്ടിൽ നബിദിനാഘോഷം റബീഉൽ അവ്വലിലുള്ള ആചാരം അവരാരും നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. ഞങ്ങളല്ല പറഞ്ഞത്, സിൻസാർ ലഹ്കുദവി സമസ്തയിലെ പ്രഗത്ഭ നേതാവാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇതെങ്കിലും വിശ്വസിച്ചൂടെ? അള്ളാന്റെ റസൂലും സ്വഹാബത്തും താബിഈങ്ങളും ഇവരാരും ചെയ്യാത്ത ഒരു ആചാരം നമ്മൾ ചെയ്താൽ നമുക്കതിന്റെ പ്രതിഫലം കിട്ടുമോ? ഇവരൊക്കെ സ്വർഗത്തിന്റെ നേതാക്കളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തിലുപരി പ്രവാചകർ ഒരു യാത്ര പോകുമ്പോൾ ഒരു മരം, മുറിഞ്ഞ മരം കാണുമ്പോൾ അവിടുന്ന് പ്രവാചകർ അവിടുന്ന് കുനിഞ്ഞു പോകും. കാലങ്ങൾക്ക് ശേഷം സ്വഹാബത്ത് ആ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ മരമില്ല. എന്നാൽ പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ട് അവരവിടുന്ന് കുനിഞ്ഞുപോയി. അതൊരു സുന്നത്തായ കാര്യമായിട്ടൊന്നുമല്ല. ഒരു വിരുന്ന് സദസ്സിൽ പിന്നെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നോക്കൂ, ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ചരങ്ങയാണ് പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടത്. ആ ചരങ്ങ അവിടുന്ന് എടുത്ത് കഴിക്കുന്നത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. പിന്നീട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതായി മാറി. ഇത് നോക്കൊരു സുന്നത്ത് എന്ന രൂപത്തിലല്ല, പ്രവാചകരോടുള്ള സ്നേഹം അത്രത്തോളം അനുധാവനം ചെയ്തവരാണ് സ്വഹാബത്ത്. ഇങ്ങനെ ഓരോ വിഷയത്തിലും അവിടുത്തെ ജീവിതത്തെ ഒപ്പിയെടുത്തവരാണ് സ്വഹാബത്ത്. ഇവരാരും ചെയ്യാത്ത ഈ ജന്മദിനം ആഘോഷം സഹോദരങ്ങളെ എവിടുന്ന് കിട്ടി? പരിശോധിക്കണം നാം. ഇത് സുന്നി മുജാഹിദ് ഒരു വിഷയമല്ല, ഏതെങ്കിലും സംഘടനാപരമായുള്ള വിഷയമല്ല, ഇത് ദീനാണ്. ഇത് ഇവിടുത്തെ സലഫികൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള ആചാരം നടത്തുന്നില്ല. റാലിയും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പാട്ടും പ്രസംഗവും ഇത്തരത്തിൽ പ്രത്യേകമായ മൗലൂദാഘോഷം ഇതൊന്നും ഇവർ നടത്തുന്നില്ല. എന്തുകൊണ്ട്? അള്ളാന്റെ റസൂലും സഹാബത്തും കാണിക്കാത്തത് കൊണ്ടാണ്. പ്രവാചകരോടുള്ള സ്നേഹം എങ്ങനെയാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, അള്ളാന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. നോക്കൂ, അപ്പൊ പ്രവാചകരോടുള്ള സ്നേഹം എങ്ങനെയാണ്? ഇത്തിബാ ചെയ്തിട്ടാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് മുറുകെ പിടിക്കുക. പ്രവാചകർ എന്താണോ വിരോധിച്ചത് അതിൽ നിന്ന് മാറി നിൽക്കുക. ഇതാണ് പ്രവാചകരോടുള്ള ആത്മാർത്ഥമായ സ്നേഹം. അല്ലാത്തത് കാപട്യമാണ്. 5 വഖത്ത് ജമാഅത്തോടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുക പുരുഷന്മാർ, ഇത് പ്രവാചകരോടുള്ള സ്നേഹമാണ്. അതിലുപരി കൃത്യമായി അളന്നു നോക്കി സക്കാത്ത് കൊടുക്കുക, പ്രവാചക സ്നേഹമാണ്. ഹജ്ജ് ചെയ്യുക, പ്രവാചക സ്നേഹമാണ്. അനാഥ കുട്ടികളെ സംരക്ഷിക്കുക, പ്രവാചക സ്നേഹമാണ്. വിധവകളെ ഏറ്റെടുക്കുക, പ്രവാചക സ്നേഹമാണ്. അതിലുപരി അയൽവാസികളുമായി ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കുക, പ്രവാചക സ്നേഹമാണ്. പലിശയുമായി ബന്ധം മുറിക്കുക, അത് വാഹനം വാങ്ങുമ്പോഴും വീടുണ്ടാക്കുമ്പോഴും പലിശയുമായി ഒരു ബന്ധം ഉണ്ടാകില്ല, അത് പ്രവാചക സ്നേഹമാണ്. താടി നീട്ടി വളർത്തുക, പ്രവാചക സ്നേഹമാണ്. നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുക, പ്രവാചക സ്നേഹമാണ്. ഇതൊന്നും ചെയ്യാതെ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെ അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി പോരാടുക, ആ ശബ്ദം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, പ്രവാചക സ്നേഹമാണ്. ഷിർക്കിനെതിരെ ശബ്ദിക്കുക, പ്രവാചക സ്നേഹമാണ്. ബിദഅത്തിനെതിരെ ശബ്ദിക്കുക, പ്രവാചക സ്നേഹമാണ്. ഇതൊന്നും ചെയ്യാതെ ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എല്ലാ തോന്നിവാസം ചെയ്ത് ഒരു ജമാഅത്തിൽ പള്ളിയിൽ പോലും വരാതെ, നോക്കൂ അത് വെറുതെ പറയുന്നതല്ല, ഈ റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ 100 കണക്കിന് ആളുകൾ റാലിയിൽ പോകാറുണ്ട്. അന്ന് സുബഹിക്ക് അതേ മഹല്ലിലുള്ള പള്ളിയിൽ എത്ര പേരുണ്ട്? ജമാഅത്തിന്, സുബഹി ജമാഅത്തിന് എത്ര പേരുണ്ട്? നിങ്ങൾ ഒന്ന് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. ഇതൊന്നും പ്രവാചക സ്നേഹമല്ല സഹോദരങ്ങളെ, ഇത് വെറും കാട്ടിക്കൂട്ടലാണ്. ഒന്നെങ്കിൽ ഇവിടുത്തെ സലഫികളോടുള്ള അന്ധമായ വിരോധം, കക്ഷിത്വം, അത് കാരണം വാശി കൊണ്ട് ചെയ്യുന്നു. മുസ്ലിയാക്കന്മാരാവട്ടെ അവർ അതിലൂടെ ജീവിക്കുകയാണ്. അവർക്ക് ഈ മാസം എന്നുള്ളത് ഏറ്റവും വലിയ ഓഫറിന്റെ മാസമാണ്. നല്ല കാശ് കിട്ടും, ഷാപ്പാട് കിട്ടും, അതിലൂടെ അവരങ്ങനെ ജീവിക്കുന്നു, ഹറാമിലൂടെ. എന്നാൽ സാധാരണക്കാർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് അള്ളാന്റെ റസൂലും സ്വഹാബത്തും താബിഈങ്ങളും ഉത്തമ നൂറ്റാണ്ട് ആരും ചെയ്യാത്തത്, പിന്നെ നമുക്ക് എങ്ങനെയാണ് അവരാരും ചെയ്യാത്തത് നമുക്ക് പ്രതിഫലം കിട്ടുക? ഇനി ഇതിനു വേണ്ടി മുസ്ലിയാക്കന്മാരെ നോക്കുക അവസ്ഥ. ഇവരുടെ ഒരു വൈരുദ്ധ്യം എന്നുള്ളത് സമസ്ത, അതിന്റെ പര്യായ പദം വൈരുദ്ധ്യം എന്ന് പറയേണ്ടി വരും. ഈ നബിദിനം ആഘോഷിക്കാൻ വേണ്ടി സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് അവർ ദുർവ്യാഖ്യാനിക്കും. ഇതിൽ ജന്മദിനവുമായി എന്തെങ്കിലും ഒരു കഷ്ണമുണ്ടോ? ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത്, ഈ ആയത്തിൽ ജന്മദിനം ആഘോഷിക്കണം എന്നാണോ ഇവിടെ പറഞ്ഞത്? ഈ ആയത്തും അള്ളാന്റെ റസൂലിന്റെ ജന്മവുമായി വല്ല ബന്ധവുമുണ്ടോ സഹോദരങ്ങളെ? ഏതെങ്കിലും ഒരു മുഫസ്സിർ, അല്ലെ ഞങ്ങൾ ഷാഫി മദബിന്റെ ആളാണ്, അല്ലെ അനഫി, മാലിക്, ഹംബലി ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മാഫി മദബാണ്, ഒരു മദബും ഇല്ല. ഷാഫി മദബിന്റെ ഏതെങ്കിലും ഒരു ഖൗല് കൊണ്ടുവരാൻ പറ്റുമോ ജന്മദിനവുമായി ബന്ധപ്പെട്ട്? ഇത് വെറുതെ ആളുകളെ, സാധാരണക്കാർ ചിന്തിച്ചോളി. നിങ്ങൾ പോയി ഈ മുസ്ലിയാക്കന്മാരോട് പോയി ചോദിക്കണം. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഈ ആയത്തിലെ ജന്മദിനം ആഘോഷിക്കാൻ നിങ്ങൾ പറയുന്നത്, എന്നാൽ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഹുക്കും എന്താണെന്ന് പോയി ചോദിച്ചു നോക്കൂ. അപ്പൊ പറയും നല്ല ബിദ്അത്താണ്. ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ എങ്ങനെയാ സഹോദരൻ നല്ല ബിദ്അത്താവുക? അത് സുന്നത്തല്ലേ ആവേണ്ടത്, അതല്ലെങ്കിൽ വാജിബല്ലേ, നിർബന്ധമല്ലേ ആവേണ്ടത്? ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറയും, ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ നല്ല ബിദ്അത്ത് എന്ന് പറയും. എന്തൊരു വൈരുദ്ധ്യമാണിത്! എന്നാൽ അള്ളാന്റെ റസൂലും സഹാബത്തും താബിഈങ്ങളും ഇവരാരും ചെയ്തിട്ടില്ല, അതും പറയും ഇവർ തന്നെ. അവര് ചെയ്യാത്ത ഒരു ആയത്തുണ്ടോ? സ്വഹാബത്ത് 10 ആയത്ത് പഠിക്കും, ജീവിതത്തിലേക്ക് കൊണ്ടുവരും, പിന്നീട് അടുത്ത ആയത്തിൽ ചെയ്യും. ഒരു ആയത്ത് പോലും അവർ അമൽ ചെയ്യാതെ വിട്ടുപോയിട്ടില്ല.
എന്നാൽ നിങ്ങൾ തന്നെ പറയും അവരാരും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല. എന്നാൽ ഖുർആനിൽ ആയത്തുണ്ടോ? ഉണ്ട്. അതിന്റെ ഹുക്കം എന്താ? ബിദ്അത്ത്. എന്തൊരു വൈരുദ്ധ്യമാണ്. സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി. ഇതൊക്കെ മുസ്ലിയാക്കന്മാർ ജീവിക്കാൻ വേണ്ടി, അവർക്ക് ഈ മാസത്തിൽ നല്ല കാശും നല്ല ചാപ്പാടും ഇങ്ങനെ ജീവിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ പരലോകം ഓർക്കണം. കാരണം ഇതൊക്കെ ബിദ്അത്താണ്. ദീനിൽ പിന്നെ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്ത് പഠിപ്പിക്കാത്തത് കൊണ്ടുവന്നാൽ അത് ബിദ്അത്തായി മാറും. മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പന ഇല്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ദീനിലേക്ക് കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയണം. കാരണം മതം പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്ലയോ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നത്തെ ദിവസം മതം പൂർത്തീകരിച്ചു. ഇനി കൂട്ടാനോ കുറക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല. ഇത് കൂട്ടിയ ബിദ്അത്താണ്. ഹിജ്റ 700-ൽ മുദഫർ എന്ന രാജാവ് കൊണ്ടുവന്ന ആചാരമാണ്. ഇതേ സെൻസാറിലൊക്കെ പറയുന്നുണ്ട്, കേട്ടു നോക്കൂ. ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങി വെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ കേട്ടല്ലോ. ആരാ കൊണ്ടുവന്നത്? മുദഫർ എന്ന രാജാവ്. മുദഫർ എന്ന രാജാവ് എന്ന് പറഞ്ഞാൽ ആരാ? മതപണ്ഡിതനാണോ? ഇസ്ലാമിക പണ്ഡിതനാണ്? ഉലമാക്കളാണ്? ഉലമാക്കളിൽ പെട്ട ആളാണോ? അല്ല. ഒരു രാജാവ് കൊണ്ടുവന്നത് ദീനുമായി എന്ത് ബന്ധമാണുള്ളത്? സഹോദരങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നത്. ഇനി ഈ റബീഉൽ അവ്വൽ മാസത്തിൽ അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹം എന്ന പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ നടത്തുന്ന മൗലൂദ്, ഈ മൗലൂദിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളോടും സാധാരണക്കാരോടാണ് പറയാനുള്ളത്. അള്ളാഹിന്റെ റസൂലിന്റെ മദ്ഹ് അതിലുണ്ട്. അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിലല്ലേ നിങ്ങൾ പറയുന്നത്? എങ്കിൽ ഒരുപാട് കെട്ടുകഥകളും അതിലുണ്ട്. അതിലുപരി അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളും അതിലുണ്ട്. പ്രവാചകർ പാടുപെട്ട് അധ്വാനിച്ച തൗഹീദിന്റെ വിരുദ്ധമായ വരികളാണ് അതിലുള്ളത്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ കുറ്റം ചെയ്ത നബിയെ, അങ്ങയോട് എന്റെ ആവലാതി ബോധ്യപ്പെടുത്തുന്ന നബിയെ. നബിയോട് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആവലാതി പറയുന്നത് അള്ളാഹിന്റെ റസൂലിനോടാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം നോക്കൂ, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വ്യസനവും എന്റെ വേവലാതിയും ഞാൻ എന്റെ റബ്ബിനോടാണ് പറയുന്നത്. അതുപോലെ അള്ളാഹിന്റെ റസൂൽ സൂറത്തുൽ ജിന്നിൽ അള്ളാഹ് പ്രഖ്യാപിക്കാൻ പറയുന്നുണ്ട്, ഉൽ പറയുക നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഞാൻ ഒരാളെയും പിന്നെ പങ്കു ചേർക്കുകയില്ല. ഈ ആയത്തിന് വിരുദ്ധമല്ലേ മൗലൂദിലുള്ള പല വരികളും? അതിലുപരി നോക്കൂ, കുഫ്ർ പോലുമുണ്ട്. അബ്ദുക്കൽ മിസ്കീനി അർജു ഫളലക്കൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു വന്നി യാ ബശീറു യാ നസീറു. പല ആളുകളും വിചാരിച്ചത് അള്ളാഹിന്റെ റസൂലിനെ പുകഴ്ത്തുന്നു. തുടക്കത്തിൽ തന്നെ എന്താ പറയുന്നത്? അബ്ദുക്കൽ മിസ്കീനി അർജു, അങ്ങയുടെ സാധുവായ അടിമ. അള്ളാഹിന്റെ റസൂലിന്റെ അടിമയാണ് നമ്മൾ. ഇന്നി അബ്ദുല്ലാ, വിശുദ്ധ ഖുർആനിൽ നോക്കൂ, മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറയുന്നത്, ഞാൻ അല്ലാഹുവേ ഞാൻ നിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അതിലുപരി അള്ളാഹിന്റെ റസൂൽ എത്ര സ്ഥലത്താണ് പറയുന്നത്, ഞാൻ അല്ലാഹുവേ ഇന്നി അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, അല്ലെ? പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ കാണാം, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക. ഇവിടെ നോക്കൂ, ഞാൻ അല്ലാഹു ഞാൻ നിന്റെ അടിമയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഈ മൗലൂദ് കിതാബിൽ അള്ളാഹിന്റെ റസൂലിന്റെ അടിമയാണെന്നാണ് പറയുന്നത്. കുഫ്റാണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരുപാട് വരികൾ ഇതിൽ ചേർത്ത് ഇതിനെ പാടിയാൽ അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുമോ? അള്ളാഹ് ഇഷ്ടപ്പെടുമോ? ഇതാണോ പ്രവാചക സ്നേഹം? ഇതാണോ മദ്ഹ്? ഇതൊരിക്കലും മദ്ഹല്ല. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ മദ്ഹ് പാടുന്നത് ആരും വിരോധിച്ചതല്ല. എന്നാൽ ഈ പ്രത്യേകമായ ഒരു ദിവസം തിരഞ്ഞെടുത്ത്, മാസത്തിൽ, അതും വഫാത്തിന്റെ മാസം തിരഞ്ഞെടുത്ത്, അന്ന് പ്രത്യേകം പുണ്യമുണ്ട്, ഏതുവരെ ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുണ്ട് എന്നുവരെ പ്രചരിപ്പിച്ച് നടത്തുന്നത് ബിദ്അത്താണ്. അന്ന് പ്രത്യേകമായ ഒരു പുണ്യവും അള്ളാഹിന്റെ റസൂലും സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കാത്തത് മതത്തിലേക്ക് നാം കടത്തിക്കൂട്ടാൻ പാടില്ല. ഇനി അതിലുപരി നോക്കൂ, അള്ളാഹിന്റെ റസൂൽ വഫാത്തായ ദിവസമല്ലേ റബീഉൽ അവ്വൽ 12 എന്നുള്ളത്? മരിച്ച ദിവസമാണ്, വഫാത്തായ ദിവസമാണ് എന്നതിൽ ആർക്കും സംശയമോ തർക്കമോ ഇല്ല. എന്നാൽ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 10ഓളം അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായമാണ് റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. എന്നാൽ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുക ജനനത്തിന് ഉപരി മരണമാണ്. നോക്കൂ, നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും നാം ഏറെ സ്നേഹിക്കുന്നവരാണ്. അവർ മരിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് അവരെ ജനനത്തെക്കാളും മരണമാണ്, മരണ ദിവസമാണ്. ആ ദിവസം അവരുടെ മദ്ഹ് എന്ന പേരിൽ മധുവും പാടി റോട്ടിലൂടെ റാലി നമ്മൾ നടത്തുമോ? എന്നാൽ അതിനേക്കാളും സ്നേഹിക്കേണ്ട അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദി വന്നാസി അജ്മഈൻ. സർവ്വരെക്കാളും, മനുഷ്യരെക്കാളും, അല്ലെ, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും, മാതാപിതാക്കളെക്കാളും, മക്കളെക്കാളും അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നിടത്തോളം നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. ആ പ്രവാചകർ എത്രത്തോളം നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകരുടെ വഫാത്തിന്റെ ദിവസം നമ്മൾ ആഘോഷിക്കുമോ? ഇത് ഏതെങ്കിലും പിന്നെ സംഘടനാപരമായ തർക്കമല്ല, ചർച്ചയല്ല, സുന്നി മുജാഹിദ് വിഷയമല്ല. ഇത് ദീനാണ് സഹോദരങ്ങൾ. ആ രൂപത്തിൽ ചിന്തിച്ച് സത്യം ഉൾക്കൊണ്ട് സത്യത്തിൽ അടിയുറച്ചു നിൽക്കുക. അത് ഒറ്റപ്പെട്ടാലും ശരി, എല്ലാ ആളുകളും ബന്ധം മുറിച്ചാലും ശരി, സത്യത്തിന്റെ കൂടെ നിന്നാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. സത്യം വന്നാൽ അസത്യം പരാജയപ്പെടും. അസത്യം പരാജയപ്പെടുക തന്നെ ചെയ്യും. സത്യത്തിനാണ് അന്തിമ വിജയം. അതുകൊണ്ട് സത്യത്തിന്റെ കൂടെ നിൽക്കുക, സത്യസന്ധന്മാരെ കൂടെ നിൽക്കുക. വഖൂനു മഅ സ്വാദിഖീൻ, സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കാനാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. അത് കുറച്ചാളായാലും ന്യൂനപക്ഷമായാലും, അല്ലെ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിജയിച്ചവരല്ല. ഒമാ അക്സറു നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയെ, താങ്കൾ എത്ര ആഗ്രഹിച്ചാലും ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ വിശ്വാസികളല്ല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് മറ്റൊരു ആയത്തിൽ കാണാം, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ജനങ്ങളിൽ അധിക പേരും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവനിൽ വിശ്വസിക്കുന്നില്ല.
അതുകൊണ്ട് ഭൂരിപക്ഷം എന്നുള്ളത് ഇസ്ലാമിന്റെ മാനദണ്ഡമല്ല. കുറച്ചാളായാലും ശരി സത്യസന്ധന്മാരുടെ കൂടെ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സത്യം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനൊരുക്കിയ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നമ്മുടെ ഈ ഉമ്മത്തിന് അല്ലാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.